രാജ്യത്ത് പൗരരുടെ സ്വകാര്യതയുമായി ബന്ധപ്പെട്ട ആശങ്കകൾ ഉയർന്നു വരുന്നത് ഇത് ആദ്യമായല്ല. ആധാർ മുതൽ പെഗാസസ് വരെയുള്ള കേസുകളിൽ ഇത് വ്യാപക ആശങ്കയായി ഉയർന്നു നിന്നതാണ്. സ്വകാര്യതയ്ക്കുള്ള അവകാശം നിയമപരമായ അവകാശമോ ഭരണഘടനയ്ക്ക് കീഴിലുള്ള മൗലികാവകാശമോ മാത്രമല്ല, അത് ഓരോ വ്യക്തിയിലും അന്തർലീനമായ സ്വാഭാവിക അവകാശമാണ്. കെ പുട്ടസ്വാമി കേസിൽ സുപ്രീം കോടതിയുടെ 9 ബെഞ്ച് ഇത് നിയമപരമായി സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. 2017 ആധാർ കേസിൽ സുപ്രീം കോടതി ബെഞ്ച് ഇത് ആവർത്തിച്ച് ഉറപ്പിക്കുകയും ചെയ്തു. സുപ്രീം കോടതി മാത്രമല്ല, രാജ്യത്തുടനീളമുള്ള കോടതികൾ സ്വകാര്യതയ്ക്കുള്ള അവകാശം, അനാവശ്യമായ കടന്നുകയറ്റത്തിൽ നിന്ന് മുക്തമാകാനുള്ള അവകാശം, അവരുടെ വിവരങ്ങളുടെ ഭാവി നിർണ്ണയിക്കാനുള്ള അവകാശം എന്നിവ ഭരണഘടനയ്ക്ക് കീഴിലുള്ള മൗലികാവകാശമാണെന്ന് വിധിച്ചിട്ടുണ്ട്. സ്മാർട്ട് ഫോണുകളുടെ വരവോടെ രാജ്യത്തെ പൗരരുടെ സ്വകാര്യത ഗൗരവകരമായ വെല്ലുവിളികൾ നേരിടുന്നുവെന്നത് വസ്തുതയാണ്. രാജ്യത്ത് നടത്തുന്ന മിക്ക നിരീക്ഷണങ്ങളും നിയമത്തിന്റെ പിൻബലമില്ലാതെയാണ് നടക്കുന്നത്. പൗരരുടെ മൗലികാവകാശങ്ങളെ നിയന്ത്രിക്കുക എന്നതാണ് നിരീക്ഷണത്തിന്റെ ലക്ഷ്യം. രാഷ്ട്രീയക്കാർ, ഉദ്യോഗസ്ഥർ, പത്രപ്രവർത്തകർ, സിവിൽ സൊസൈറ്റി പ്രവർത്തകർ എന്നിവരെ നിരീക്ഷിക്കാൻ സർക്കാർ പെഗാസസ് സ്പൈവെയർ ദുരുപയോഗം ചെയ്തുവെന്ന കണ്ടെത്തൽ ഉദാഹരണമായെടുക്കാം. സ്പൈവെയറിന്റെ ഉപയോഗം സ്ഥിരീകരിക്കുകയോ നിഷേധിക്കുകയോ ചെയ്യാതെ സർക്കാർ മൗനം പാലിച്ചു. ആരോപണങ്ങൾ പരിശോധിക്കാൻ സുപ്രീം കോടതി സാങ്കേതിക വിദഗ്ധരുടെ ഒരു സമിതി രൂപീകരിച്ചു. എന്നിട്ടും പെഗാസസ് പൗരർക്കെതിരെ ഉപയോഗിച്ചോ എന്ന വിഷയം അവ്യക്തതയുടെ ഇരുട്ടിൽ നിൽക്കുന്നു. പെഗാസസ് ചോർത്തലുമായി ബന്ധപ്പെട്ട കേസിൽ US ഡിസ്ട്രിക്ട് കോടതി അടുത്തിടെ എടുത്ത തീരുമാനം ഇന്ത്യയിലെ സാഹചര്യത്തിൽ നിന്ന് തികച്ചും വിപരീതമാണെന്ന് ശ്രദ്ധിക്കണം. ഉത്തരവുകളിൽ US കോടതികൾ വസ്തുതാപരമായ വ്യക്തത നൽകി. ഈ വൈരുദ്ധ്യം ഇന്ത്യയുടെ ജനാധിപത്യത്തിലും പൊതുജന വിശ്വാസത്തിലും അസ്വസ്ഥതയുണ്ടാക്കുന്ന ആഴത്തിലുള്ള സ്ഥാപനപരവും രാഷ്ട്രീയവുമായ അസ്വാസ്ഥ്യത്തിന്റെ ലക്ഷണമാണ്. നിർവചിക്കപ്പെട്ട പൊതു താൽപര്യത്തിനും സംസ്ഥാന പ്രവർത്തന ആവശ്യങ്ങൾക്കും സമ്മതമില്ലാതെ ഡാറ്റ പ്രോസസ് ചെയ്യാൻ ഡിജിറ്റൽ പേഴ്സണൽ ഡാറ്റ പ്രൊട്ടക്ഷൻ ആക്ട് സർക്കാരിനെ അനുവദിക്കുന്നുണ്ട്. സൈബർ തട്ടിപ്പ് തടയുകയെന്ന നല്ല ലക്ഷ്യത്തോടെയുള്ള ആപ്പിനെ നിരീക്ഷണത്തിനുള്ള ഉപകരണമായി ഇകഴ്ത്തുന്നില്ലെന്ന് വ്യക്തമായി നിർവചിക്കപ്പെട്ട പൊതു താൽപര്യ ലക്ഷ്യങ്ങൾക്കായി മാത്രമാണ് ഉപയോഗിക്കുന്നതെന്നും സർക്കാർ ഉറപ്പാക്കേണ്ടതുണ്ട്. സംസ്ഥാന അധികാരികൾക്ക് പൗരരുടെ സ്വകാര്യ ഡാറ്റയിലേക്കുള്ള പ്രവേശനം എങ്ങനെ നിരീക്ഷിക്കാം എന്നതിനെക്കുറിച്ചുള്ള വ്യവസ്ഥാപിത നിയമം രാജ്യത്ത് വേണ്ടതുണ്ട്. സർക്കാരിന്റെ നിരീക്ഷണത്തിന് വ്യത്യസ്തമായ ലക്ഷ്യങ്ങളുണ്ട്. സൈബർ കുറ്റകൃത്യങ്ങൾ തടയേണ്ടതില്ലെന്ന് ആരും പറയില്ല. പൂർണ്ണമായും സർക്കാർ പൗരരെ നിരീക്ഷിക്കാൻ പാടില്ലെന്നും പറയാനാവില്ല. ഒരു തീവ്രവാദിയെയോ കുറ്റവാളിയെയോ പിന്തുടരാനും കണ്ടെത്താനും രാജ്യത്തെ അന്വേഷണ ഏജൻസികൾക്ക് ഡാറ്റയിലുള്ള പ്രവേശനം അനിവാര്യമാണ്. അതിനായുള്ള സൗകര്യങ്ങൾ ഉപയോഗിക്കുമ്പോൾ അത് സാധാരണക്കാരൻ്റെ സ്വകാര്യത എന്ന മൗലികാവകാശം ലംഘിക്കപ്പെടുന്നില്ലെന്ന് ഉറപ്പാക്കണം. രാജ്യത്തിൻ്റെ ഭരണഘടനയിലെ ഓരോ മൗലികാവകാശത്തിലും സ്വകാര്യതയ്ക്കുള്ള അവകാശം ഉൾപ്പെടുത്തിയിരിക്കുന്നുവെന്നത് ഈ അവകാശങ്ങളുടെ വ്യാപ്തിയും ആഴവും വ്യക്തമാക്കുന്നതാണ്. സ്വകാര്യത എന്നത് വരേണ്യവർഗ ആശങ്കയല്ല, ഓരോ സ്വതന്ത്ര വ്യക്തിയുടെയും അന്തസ്സുറപ്പു നൽകുന്ന അതിരുകളായാണ് അതിനെ കാണേണ്ടത്.